ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സുശീല ഇന്ദ്രനോട് ചോദിക്കുകയാണ്, അല്ല അർഷയെക്കുറിച്ചും രവിയെക്കുറിച്ചുള്ള ഇക്കാര്യങ്ങളൊക്കെ നിന്നോട് ആരാ പറഞ്ഞത്? അത് പിന്നെ അമ്മേ, നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ തന്നെ, അത് രവിയുമായുള്ള നല്ല ഇടപാടുള്ള ആളാണ്. എടാ, അത് നിന്നെ പറ്റിക്കാൻ വേണ്ടി അവർ ഓരോന്ന് പറഞ്ഞുണ്ടാക്കുന്ന അല്ല അമ്മേ, അവരെക്കുറിച്ച് നല്ല ഓണം അറിയാൻ പറ്റുന്ന ഒരാളാണ്. എന്നാൽ നമ്മുടെ കുടുംബത്തിനൊരു ദോഷവും വരരുതെന്ന് കരുതിയിട്ടാണ് ഈ സത്യങ്ങൾ എന്നോട് പറഞ്ഞത്. രവി ആ കുഞ്ഞിൻ്റെ കാര്യത്തിൽ വളരെ വലിയ തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ ആകെ പ്രശ്നമാവും. അതുകൊണ്ട് ഹർഷ ഒന്ന് അടങ്ങി ഒതുങ്ങി അവിടെ രവിയുമായി ജീവിക്കുകയാണെങ്കിൽ, രവിക്ക് അവളെന്ന് വെച്ചാൽ ജീവനാണ്, രവിക്കാണെങ്കിൽ അവളില്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്നൊക്കെ പറയുമ്പോൾ ഉടനെ തന്നെ സുശീല പറയണേ, ഞാനും അവൾക്ക് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് അത് തന്നെയാണ്. പക്ഷേ അവൾ ആ കുഞ്ഞിനെ പ്രസവിക്കുന്നത് വരെ, പ്രസവം കഴിഞ്ഞാൽ അവൾ അവിടെ നിന്ന് ഇറങ്ങുന്ന പറഞ്ഞിരിക്കുന്നത്. അത് കേൾക്കുന്ന ഇന്ദ്രൻ പറയണ, അല്ല അവളെ ഇറങ്ങിയിട്ട് എങ്ങോട്ട് വരാനാണ് എന്ന് ചോദിക്കുമ്പോൾ അവിടെ ഒന്ന് തപ്പി പിടിക്കുന്നു കേട്ടോ. അപ്പോഴാണ് ആ സമയം സത്യനും പ്രതിഭയും കയറി വരുന്നത്. ഇവരെ രണ്ടുപേരെയും കാണുമ്പോൾ ഉടൻ തന്നെ ആഹാ, ഇതാരിപ്പത് എന്ന് ഇന്ദ്രൻ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉടനെ തന്നെ സുശീല ചിരിച്ച മുഖത്തോടു കൂടി സുശീല പറയണേ, എന്തായാലും നീ നിൻ്റെ ഭർത്താവിനെ കൊണ്ട് ഇന്ന് തന്നെ ഈ വീട്ടിലോട്ട് വരാനുള്ള മനസ്സ് കാണിച്ചല്ലോ. ഞാൻ വന്ന് വിളിച്ചപ്പോൾ വന്നില്ലെങ്കിലും ആ ഒരു മനസ്സിനെ ഒരുപാട് അഭിനന്ദിക്കുന്നു എന്ന് പറയാൻ കേട്ടോ. എന്നിട്ട് പറയണേ, സത്യ എന്തായാലും നീ തിരിച്ചു വന്നല്ലോ, നീ അകത്തോട്ട് കയറി ചെല്ല് എന്ന് ഇന്ദ്രൻ പറയുമ്പോൾ ഉടൻ തന്നെ സുശീല പറയണേ, എന്തായാലും രണ്ടുപേരും സുഖമായി കിടന്നുറങ്ങിക്കോളൂ, എന്നിട്ട് നാളെ മുതൽ നല്ല സ്വഭാവമായി ഇവിടെ നിന്നാൽ എല്ലാവർക്കും നന്ദി എന്നൊക്കെ പറയാനായിട്ടോ. അങ്ങനെ അവരങ്ങ് പോകുന്നു. പിന്നീട് ഹർഷയാണ് കാണിക്കുന്നത്. രവിയുടെ റൂമിൽ കയറി ചെല്ലാണ്. അങ്ങനെ ഹർഷ അവിടെ വെള്ളം ഒക്കെ വെച്ചതിന് ശേഷം അലമാര തുറന്ന് ഒരു ബെഡ്ഷീറ്റ് എടുക്കുമ്പോൾ രവി ആ കട്ടിലിൽ നിന്ന് എണീക്കുകയാണ്. ഇതേ സമയം എങ്ങോട്ടാണ് രവിയേട്ടാ എന്ന് ചോദിക്കുമ്പോൾ, അല്ല നീ ഇവിടെയാണ് കിടക്കുന്നതെങ്കിൽ ഞാൻ അപ്പുറത്തെ റൂമിൽ പോയി കിടന്നോളാം. അത് കേൾക്കുന്ന ഹർഷ പറയുന്നത്, എന്താ രവിയേട്ട എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എൻ്റെ മാനസികാവസ്ഥ രവിയേട്ട എന്താ മനസ്സിലാക്കാത്ത? ഒരു ഗർഭിണിയായി കിടക്കുന്ന എന്നോട് കാണിച്ചത് എന്താ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഉടൻ തന്നെ രവി പറയണേ, അല്ല ഇപ്പോഴേ എന്നോട് കാട്ടിക്കൂട്ടുന്നത് കുറേ ദിവസങ്ങളായി നീയും ഞാനും വേറെ വേറെ റൂമിൽ, പിന്നീടാണെങ്കിലോ നീ രണ്ട് വീട്ടിൽ, ഇങ്ങനെയൊക്കെയുള്ള താമസമില്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആർക്കും ഒരു ശല്യമാവാൻ തീരുമാനിക്കുന്നില്ല. എങ്ങനെയെങ്കിലും നിനക്ക് സൗകര്യങ്ങൾ എങ്ങനെയാണ്, സുഖങ്ങൾ എങ്ങനെയാണ്, അത് ഞാൻ വഴിയൊരുക്കി തരാം, ഞാനങ്ങ് മാറി നിന്നാൽ മതിയല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഹർഷ പറയണേ, ഏതൊരു പെണ്ണും ചെയ്യുന്ന പ്രവൃത്തിയാണ് ഞാൻ ചെയ്തത്. കാരണം ഒരു ഗർഭിണിയായി എനിക്ക് ഡിവോഴ്സ് നോട്ടീസ് അയച്ചപ്പോൾ എൻ്റെ മാനസികാവസ്ഥ എത്രത്തോളം ഉണ്ടാവും. വേണ്ട, ഞാൻ രവിയേട്ടന് അത് അയച്ചിരുന്നെങ്കിൽ രവിയേട്ടന് എത്രത്തോളം മാനസികാവസ്ഥ എന്തായിരിക്കും എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ രവി പറയണേ, എപ്പോഴും മുന്നോട്ടുള്ള ജീവിതം നീ നോക്കുന്നില്ല, പിന്നോട്ട് പിറകോട്ട് വലിക്കുകയാണ് എന്നെ നീ ചെയ്യുന്നത്. എന്തിനു വേണ്ടിയെന്ന് എനിക്കറിയില്ല. അപ്പോൾ നിനക്ക് ഇഷ്ടപ്പെട്ട ജീവിതം ഏതാണോ അത് നീ തിരഞ്ഞെടുത്തോട്ടെ, അതുകൊണ്ട് ഞാൻ വഴിമാറി തരുന്നു എന്നിങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ ഹർഷ പറയണേ, രവിയേട്ടാ കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി രവിയേട്ടൻ നീ റൂമിൽ തന്നെ കിടന്നാൽ മതി, ഞാനും രവിയേട്ടന് ഒരുമിച്ചൊരു ജീവിതം. എടി നീ എന്താടി വരാത്തത്, എൻ്റെ അടുത്തോട്ട് വാടി എന്നൊക്കെ പറഞ്ഞ് രവിയേട്ടൻ എനിക്ക് ഓർഡർ ഇടുകയാണെങ്കിൽ തീർച്ചയായും ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിരുന്നു. എന്നാൽ രവിയേട്ടൻ എന്താ കാണിച്ചത്? എന്നെ പോലീസ് സ്റ്റേഷനിൽ കയറ്റുകയും ഞാൻ മറ്റാരുടെ കൂടെ എന്നെ ആരോ തട്ടിക്കൊണ്ട് പോവുകയും എന്നൊക്കെ പറഞ്ഞ് രവിയേട്ടനെ കുഞ്ഞിനെയും വെച്ച് ഞാൻ പോലീസ് സ്റ്റേഷനിൽ കയറില്ലേ. ഇതൊക്കെ രവിയേട്ടൻ കാരണമല്ലേ? രവിയേട്ടൻ ഒന്ന് മനസ്സ് വെക്കുകയാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. രവിയേട്ടൻ എന്തൊക്കെയാണ് എന്നോട് കാണിച്ചു കൂട്ടിയത് എന്നൊക്കെ പറയുമ്പോൾ ഉടൻ തന്നെ രവി പറയണേ, നിനക്ക് ഏതാ നല്ലതെന്ന് തോന്നുന്നു അതിന് ഞാൻ വഴിയൊരുക്കി തന്നു, അല്ലാതെ ഒന്നും ഇല്ല എന്നൊക്കെ പറയുമ്പോൾ രവിയേട്ട എനിക്ക് രവിയേട്ട ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല. അപ്പോൾ ഉടൻ തന്നെ രവി ആ വാക്കുകളിൽ അങ്ങ് വീഴുവാണ് കേട്ടോ. ഉടൻ തന്നെ രവി പറയുന്നുണ്ട്, ഹർഷേ നിനക്ക് വാക്കുകൾ കണ്ട് എല്ലാവരും വീഴ്ത്താൻ കഴിയും, പക്ഷേ ഞാൻ നിന്നെ ആത്മാർത്ഥമായാണ് സ്നേഹിച്ചത്. തെറ്റെല്ലാവർക്കും പറ്റിയേക്കാം, പക്ഷേ ഞാൻ നിൻ്റെ കൂടെ ജീവിക്കണം തന്നെയാണ് ആഗ്രഹിച്ചത്. പക്ഷേ നിനക്ക് ഇഷ്ടം ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ നിനക്ക് ഇറങ്ങിത്തരികയല്ലേ നല്ലത്, അതാണ് ഞാനിവിടെ ചെയ്തത് എന്ന് രവിയോട് പറയുമ്പോൾ ഉടൻ തന്നെ രവി ഹർഷയോട് പറയുമ്പോൾ ഹർഷ പറയണേ, രവിയേട്ട എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ടാണ്. എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു, എനിക്ക് രവിയേട്ട ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല, എൻ്റെ കുഞ്ഞിന് രവിയേട്ട വേണ്ട അച്ഛനായിട്ട്, അതുകൊണ്ട് തന്നെ ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറയുമ്പോൾ രവി സമാധാനത്തോടു കൂടി ഇങ്ങനെ നിൽക്കുക കേട്ടോ. പിന്നീട് ഹർഷ കൈ പിടിക്കുന്നുണ്ട്, ഞാൻ ചെയ്ത എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ രവിയേട്ട എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ് ഹർഷ രവിയുടെ നെഞ്ചിൽ ചായുമ്പോൾ രവി സമാധാനത്തോടു കൂടി നിൽക്കുമ്പോൾ ഹർഷ എന്താ ചെയ്യുന്നു, മുഖം കൊണ്ട് കോപ്രായം കാട്ടുകയാണ് കേട്ടോ. ഇനി വരാനിരിക്കുന്ന ഇതല്ല, ഇതിലപ്പുറമാണ് എന്നുള്ള ആ ഒരു ഭാവത്തിൽ കേട്ടോ. പിന്നീട് സച്ചിയാണ് കാണിക്കുന്നത്. സച്ചി ഇങ്ങനെ അർദ്ധരാത്രിയിൽ ഇങ്ങനെ പുറത്ത് വന്ന് നിൽക്കുകയാണ്. അപ്പോൾ മന്ദാങ്കിനി അങ്ങോട്ടേക്ക് ഇറങ്ങി വരികയാണ്. എന്താ സച്ചി നീ ഇത്ര വല്ലാത്ത ടെൻഷനിൽ? എൻ്റെ കുടുംബത്തെ കാര്യങ്ങൾ ഞാനല്ലാതെ വേറെ ആരാ ടെൻഷൻ അടിക്കാൻ? അപ്പോൾ ഉടൻ തന്നെ ഇന്ദുവിൻ്റെ കാര്യം ആലോചിച്ചിട്ടാണ്. പിന്നെ എനിക്ക് എല്ലാവരുടെയും കാര്യം ആലോചിക്കേണ്ട, ഈ കുടുംബത്തെ കാര്യങ്ങളൊക്കെ ഞാനല്ലേ തീരുമാനിക്കുന്നത്, അതിമാത്രം ടെൻഷൻ ആവാനൊന്നുമില്ല. ഞാനൊരു കാര്യം പറയാം, ഞങ്ങൾ രാഹുലിൻ്റെ വീട്ടിൽ പോയിരുന്നു. എൻ്റെ ചേച്ചിക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ പോരെ, എന്തിനാണ് രാഹുലിൻ്റെ വീട്ടിൽ പോകുന്നത്? അത് കേട്ടുടൻ
തന്നെ മന്ദാകിനി പറയുന്നത്, ഞങ്ങൾ പോയെന്ന് കരുതി നിന്റെ ഇന്ദുവിൻ്റെ ജീവിതത്തിൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ലല്ലോ. രാഹുൽ ഇന്ദുവിനെ വേണ്ടെന്ന് വെച്ചിട്ടില്ലല്ലോ. അത് കേട്ടോടെ തന്നെ സച്ചി പറയുന്നത്, രാഹുൽ ഇന്ദുവിനെ വേണ്ടെന്ന് വെച്ചിട്ടില്ല, ഇന്ദു രാഹുലിനെ വേണ്ടെന്ന് വെക്കാനുള്ള തീരുമാനമാണ് ചെയ്യുന്നത്, അല്ലാതെ ഇവിടെ അങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ ഉടൻ തന്നെ മന്ദാകിനി പറയണേ, എങ്ങനെയാണെങ്കിലും ആര് വേണ്ടെന്ന് വെച്ചാലും ഇനി പേടിക്കേണ്ട സച്ചി, എൻ്റെ മകൾ ഒരിക്കലും വഴിയാധാരമാവില്ല. നിൻ്റെ മകളെ കല്യാണം കഴിക്കാൻ എൻ്റെ മകനുണ്ടാവുമെന്ന് പറയുമ്പോൾ അത് കേട്ട സച്ചിക്കങ്ങ് ദേഷ്യം പിടിച്ച് മുഖത്തോട് തുറിച്ച് നോക്കി അവിടെ നിന്ന് അങ്ങ് പോവാനായിട്ടാണ്. പിന്നീട് പിറ്റേ ദിവസം രാവിലെയാണ് കാണിക്കുന്നത്. ഇന്ദ്രനും സുശീലയുമായി സംസാരിക്കുകയാണ്. അങ്ങനെ സുശീല വന്നിട്ട് പറയാണ്, അവൾ വീട് സ്വന്തമാക്കാൻ നോക്കിയെങ്കിൽ തീർച്ചയായും ഇനി കട സ്വന്തമാക്കാൻ നോക്കും, അതിന് എന്തെങ്കിലും വഴി നീ ഇടണം, എന്തെങ്കിലും വഴി ഇട്ടെങ്കിൽ മാത്രമാണ് അവൾ ആ കടയിൽ വന്ന് അധികാരം സ്ഥാപിച്ചെടുക്കാതിരിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ അങ്ങനെ പറയുമ്പോൾ ഇന്ദ്രൻ പറയണേ, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട കടയാണ് എനിക്കത്, അത് ആർക്കും ഞാൻ വിട്ടുകൊടുക്കില്ല, അത് വിട്ടുകൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. കടക്കുമുണ്ട് അമ്മേ അതിൻ്റേതായ നിയമങ്ങളും കാര്യങ്ങളും, അതിനുമുണ്ട് ഒരു കമ്മിറ്റിയും ഒക്കെ. അതുകൊണ്ട് ഞാനാണ് ഇത്രയും നാൾ ആ കട നോക്കി നടത്തുന്നത് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ എന്നെ കടയിൽ നിന്നും പെട്ടെന്നൊന്നും അനുപമയ്ക്ക് ഇറക്കാൻ കഴിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ കാണാം ഗേറ്റ് കടന്ന് ഭാനുമ്മ വരുന്നു കേട്ടോ. അത് കണ്ടിടന്ന് സുശീല, തള്ള വരുന്നത് ഇനിയിപ്പോൾ അവളുടെ വീട്ടിൽ രജിസ്ട്രേഷൻ നടന്ന ആ പുകഴ്ത്തി വാക്കുകൾ കേൾപ്പിക്കാനായിരിക്കും. അത് കേൾക്കുന്ന ഇന്ദ്രൻ പറയാണ്, അമ്മേ അങ്ങനത്തെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ എനിക്ക് കേൾക്കാൻ താല്പര്യമില്ല എന്നൊരു വാക്ക് പറഞ്ഞാൽ മതി എന്ന് പറയട്ടോ. ഇതേ സമയം സുശീല ഇരുന്നോടത്ത് നീക്കുന്നില്ല, ചിരി കൊണ്ട് ഓരോ കോപ്രായങ്ങൾ ഇങ്ങനെ കാട്ടിക്കൂട്ടുന്നുണ്ട്. പക്ഷേ ഇപ്പുറത്താണെങ്കിലോ ഇങ്ങനെ ഭാനുമ്മ കയറി വരികയാണ്. ഇവരെ കണ്ടിട്ടില്ല. അങ്ങനെ ഭാനുമ്മ ഇങ്ങനെ കയറി വരുമ്പോൾ പെട്ടെന്ന് ഇവർ ആ ബാൽക്കണീൻ്റെ സൈഡിലിരിക്കുന്നത് കാണുമ്പോൾ ഭാനുമ്മയും ചിരി കൊണ്ട് ഓരോന്നും ഇങ്ങനെ കാട്ടിക്കൂട്ടാണ്. എന്തോ മുഖം കൊണ്ട് ഓരോ കോപ്രായങ്ങൾ ഇങ്ങനെ കാട്ടുമ്പോൾ ആ വഴി പ്രതിഭ കയറി വരികയാണ്. പ്രതിഭ ഇവർക്കുള്ള ചായയുമായി ആണ് വരുന്നത്. അപ്പോൾ പ്രതിഭ പറയണേ, ഭാനുമ്മ എത്ര നാളായി ഭാനുമ്മ ഈ വഴിക്ക് വന്നിട്ട് എത്ര ദിവസമായി എന്നൊക്കെ പറയുമ്പോൾ പ്രതിഭയോട് ഭാനുമ്മ ചോദിക്കുക, സത്യൻ എവിടെ? സത്യേട്ടൻ കുളിക്കുകയാണ് എന്ന് പറയട്ടോ. അപ്പോൾ ഇത് കേട്ട ഉടനെ തന്നെ സുശീലക്ക് അങ്ങ് ദേഷ്യം പിടിക്കുകയാണ്. എന്താടി നീ ആരോടെങ്കിലും സംസാരിക്കാൻ നിൽക്കാതെ എടി വെച്ചേ നീ ആ ചായ അങ്ങ് കൊണ്ടുപോവാ എന്ന് പറയുന്നു കേട്ടോ. അങ്ങനെ സുശീല അത് പറയുന്ന ഉടനെ തന്നെ പ്രതിഭ ചായ കൊണ്ടു കൊടുക്കുകയാണ്. തിരിച്ചു പോകുമ്പോൾ പ്രതിഭയോട് ഭാനുമ്മ വീണ്ടും ചോദിക്കണം, അല്ല സത്യൻ എവിടെ? ഇന്ന് ഞാൻ സത്യനെ കാണാൻ വന്നത് അവൻ്റെ പിറന്നാൾ ആണെന്ന് പറയാനായിട്ടോ. ഇത് കേൾക്കുന്ന സുശീലയും ഇന്ദ്രനും ഒന്ന് ഞെട്ടിപ്പോവാണ്. ചായ പെട്ടെന്ന് വായിൽ പൊള്ളലേറ്റതുപോലത്തെ ആ ഒരു മാനസികാവസ്ഥ വരികയാണ്. ഇവർ രണ്ടാളും ആ ഒരു ഇതിൽ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉടനെ തന്നെ, ഈ വീട്ടിലുള്ള ആരും തന്നെ എന്നോട് പറഞ്ഞില്ല ഇന്ന് സത്യേട്ടൻ്റെ ബർത്ത്ഡേ ആണെന്ന്. ഇന്ന് സത്യേട്ടൻ്റെ ബർത്ത്ഡേ ആയിരുന്നോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, ഈ വീട്ടിലുള്ളവർക്ക് ആർക്കും ഇവിടെ തിരക്കില്ലേ, അത് ആലോചിക്കാൻ നേരമുണ്ടായില്ല എന്ന് പറയുമ്പോൾ സത്യം കയറി വരുന്നു കേട്ടോ. അപ്പോഴേക്കും സത്യം വന്ന ഉടനെ തന്നെ പ്രതിഭ ഹാപ്പി ബർത്ത്ഡേ സത്യേട്ട എന്നൊക്കെ ഇങ്ങനെ പറയണേ. അത് കേട്ട ഉടനെ തന്നെ, എൻ്റെ ബർത്ത്ഡേയുടെ കാര്യം എനിക്ക് പോലും ഓർമ്മ ഉണ്ടായിരുന്നില്ല, ഭാനുമ്മ അത് ഓർമ്മപ്പെടുത്തിയല്ലോ എന്ന് പറയുമ്പോൾ, മോനെ എനിക്ക് വേണ്ടി വഴിപാട് ചെയ്തു വന്ന പ്രസാദമാണ് നെറ്റിയിലിട്ട് കൊടുക്കുന്നു കേട്ടോ. അത് കാണുന്ന ഭാനുമ്മയുടെ ഈ പ്രവൃത്തി കാണുമ്പോൾ ഒത്തിരി സന്തോഷമാവാണ്. അങ്ങനെ സത്യം പറയണേ, എൻ്റെ അമ്മ ചെയ്യേണ്ട പ്രവൃത്തികളാണ്. പെറ്റമ്മക്ക് എന്നെ കുറിച്ച് ഓർമ്മയില്ലെങ്കിൽ എന്ത് ചെയ്യാൻ? നീ ചൊറിഞ്ഞടാ, നിനക്ക് ചൊറിയാൻ കിട്ടിയ ഒരു അവസരമാണല്ലോ ഈ തള്ള കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇന്ദ്രൻ പിറകെ വരുന്നു കേട്ടോ. അങ്ങനെ സുശീല പൊട്ടിത്തെറിച്ചതുപോലെ സംസാരിക്കണം. ഇതേ സമയം ഭാനുമ്മ പറയണേ, ഞാൻ ആരെയും ചൊറിയാൻ കിട്ടിയ അവസരത്തിൽ വന്നതല്ല, എൻ്റെ മക്കളെ എനിക്കൊരിക്കലും മറക്കാൻ പറ്റില്ല. എൻ്റെ മക്കൾക്ക് എന്ത് വിശേഷപ്പെട്ട ദിവസങ്ങളുണ്ടെങ്കിൽ അന്ന് ഞാൻ ഇവിടെ വരും, ഞാൻ മരിക്കുമെന്നോടത്തോളം ഞാൻ വരും, മരിച്ചാൽ പിന്നെ എനിക്ക് വരാൻ കഴിയില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാനേട്ടോ. അപ്പോൾ ഈ സമയം ഇതൊക്കെ കേട്ടിട്ട് ഇന്ദ്രൻ അങ്ങോട്ടേക്ക് ഓടി വരികയാണ്. അപ്പോൾ ഉടൻ തന്നെ ഈ സത്യൻ്റെ മുന്നിൽ വെച്ച് ഭാനുമ്മ പറയണേ, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് ഭാനുമ്മ ഇറങ്ങുമ്പോൾ സത്യം പറയണം, അങ്ങനെ അങ്ങ് പോയാൽ ശരിയല്ല, എൻ്റെ ബർത്ത്ഡേ ഓർക്കാതെ കിടക്കുന്ന ബർത്ത്ഡേ ഓർമ്മപ്പെടുത്തിയത് എൻ്റെ ഭാനുമ്മയല്ല, അതുകൊണ്ട് തന്നെ ഭാനുമ്മക്ക് ഇന്ന് ഇവിടെ സദ്യയും കാര്യങ്ങളൊക്കെ ഒരുക്കുന്നുണ്ട്. അപ്പോൾ പ്രതി പറയണം, ശരിയാണ്, സദ്യ കൂടാതെ എൻ്റെ അമ്മയും അച്ഛനെയും വിളിക്കുകയും ചെയ്യാം, ഒരു ബർത്ത്ഡേ ഒക്കെ ആക്കാം, ഒരു കേക്ക് മുറിക്കുക എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. അപ്പോൾ അത് കേൾക്കുന്ന സുശീല പറയണ, നീ ആൾ കൊള്ളാമല്ലോ, കിട്ടിയ അവസരം മുതലെടുക്കുന്ന എന്നുള്ള ആ രീതിയിലാണെങ്കിൽ സംസാരിച്ചു കൊടുത്തതിന് ഇന്ദ്രൻ പറയണേ, അങ്ങനെയെങ്കിലും ഈ വീട്ടിലൊരു സന്തോഷം വരട്ടെ അമ്മേ, എന്തായാലും ആ സന്തോഷം നിൽക്കാൻ പ്രതിഭയുടെ അച്ഛനും അമ്മയും വിളിച്ചു എന്ന് പറയട്ടോ. അപ്പോൾ ഈ സമയം സുശീല അകത്തോട്ട് അങ്ങ് കയറി പോകുമ്പോൾ സത്യം ചോദിക്കുക, അമ്മയ്ക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ ഇപ്പം പറയണമെന്ന് പറയണം. അപ്പോഴേക്കും സുശീല പറയണേ, എനിക്ക് യാതൊരു എതിർപ്പുമില്ല, ഇവിടെ ഒരു സദ്യ ഉണ്ണാൻ പറ്റുമെങ്കിൽ ഉണ്ണുന്നതിൽ എന്ത് എതിർപ്പ്
എന്ന് പറഞ്ഞ് സുശീല അകത്തോട്ട് കയറിപ്പോകുമ്പോൾ ഇന്ദ്രനാണെങ്കിൽ എൻ്റെ ഭാനുമേ നിങ്ങൾ ഈ വീട്ടിൽ ചെറിയൊരു സന്തോഷം കൊണ്ടുവന്നല്ലോ എന്ന് പറഞ്ഞിട്ട് ഇന്ദ്രൻ പോകുന്നു കേട്ടോ. പിന്നീട് സത്യനാണെങ്കിലും ഭാനുമയെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുകയാണ്. ഒരുപാട് സന്തോഷമായി ഭാനുമേ, നിങ്ങൾ കാരണം ഈ വീട്ടിൽ ചെറിയൊരു സന്തോഷം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞില്ല, അതിന് നിങ്ങളോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്ന് പറയാൻ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉമ്മ കൊടുക്കുകയാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് സച്ചിയെയും മാഷിനെയാണ്. അവർ തമ്മിൽ കണ്ടുമുട്ടിയിരിക്കുകയാണ്. അപ്പോൾ സച്ചി മാഷിനെ കാണണമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. അങ്ങനെ മാഷ് പറയണേ, എന്തിനാണ് സച്ചി നീ എന്നെ വിളിച്ചത്? എൻ്റെ മകളുടെ കാര്യം ആലോചിച്ചാണ് എൻ്റെ മനസ്സിന് യാതൊരുവിധ സമാധാനവുമില്ല. അത് കേൾക്കുന്ന മാഷ് പറയണേ, ഞാൻ വിചാരിച്ചു എൻ്റെ മകളുടെ കാര്യം പറയാനായിരിക്കുന്നു, ഗോകുലിൻ്റെ മുഖത്തടിച്ച് പറയുന്നത് പോലെയല്ലേ എൻ്റെ മകൾ പറഞ്ഞിരിക്കുന്നത്, അതിനെക്കുറിച്ച് ചോദിക്കാനായിരിക്കും. അതിനെക്കുറിച്ച് എനിക്കൊന്നും ചോദിക്കാനില്ല, ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഞാൻ എൻ്റെ മകനോട് പറഞ്ഞു, ജീവരാജ് അവളും ഒരുമിച്ച് കണ്ടപ്പോൾ എൻ്റെ മകൻ അവളെ അടിച്ചെന്ന് പറഞ്ഞപ്പോൾ അവരുടെ കാര്യത്തിൽ ഇനി തീരുമാനം എടുക്കണ്ട എന്ന്. കാരണം അവരവരുടെ ഇഷ്ടമാണ്, അവരുടെ ജീവിതം, ഒരിക്കലും മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഇടപെടണ്ടെന്നും ഞാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ മകൻ പറഞ്ഞത് മഞ്ചാടിക്ക് ഇനി ഒരു ആപത്ത് ജീവരാജ് മുഖേന വരുമെന്ന് പേടിയിലാണ് അടിച്ചതെന്ന്. ഇനി അവൻ അങ്ങനെയുള്ള കാര്യത്തിലൊന്നും ഇടപെടില്ല. അപ്പോൾ ഉടൻ തന്നെ മാഷ് പറയുന്നുണ്ട്, എനിക്ക് വളരെ കുറ്റബോധമുണ്ട് സച്ചി, ഞാൻ അന്ന് കണ്ടതിനേക്കാൾ വലിയൊരു മനുഷ്യനായിരിക്കുന്നു സച്ചി എന്നൊക്കെ ഇങ്ങനെ മാഷ് പറയുമ്പോൾ ഉടൻ തന്നെ ഞാൻ വലിയ കാര്യമൊന്നുമല്ല ചെയ്തത്, ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ആ വഴിക്ക് വിടുക എന്നുള്ളത് മാത്രം. അപ്പോൾ ഉടൻ തന്നെ മാഷ് പറയണേ, എന്തായാലും എൻ്റെ മഞ്ചാടിയുടെ കാര്യത്തിൽ ഇനി ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് ദുഃഖമുണ്ട്, പക്ഷേ ഇനി അതിനെക്കുറിച്ച് സംസാരിക്കണ്ട എന്നിങ്ങനെ മാഷ് പറയണേ കേട്ടോ. കേൾക്കാൻ താല്പര്യമില്ല എന്ന ആ വിധത്തിൽ സംസാരിക്കുകയാണ്. അപ്പോൾ ഉടൻ തന്നെ സച്ചി, നീ വേറെന്തിനാണ് എന്നെ വിളിച്ചു വരുത്തിയത്? അത് കേട്ട ഉടൻ തന്നെ സച്ചി പറയാണ്, എൻ്റെ മകളുടെ കാര്യത്തെക്കുറിച്ച്, എൻ്റെ മകളും രാഹുലുമായുള്ള വിവാഹ ജീവിതത്തെക്കുറിച്ച്, രാഹുൽ എൻ്റെ ബന്ധമൊക്കെ അറിഞ്ഞില്ല എന്നൊക്കെ പറയുമ്പോൾ മാഷ് പറയാണ്, ഇവിടെ തെറ്റ് രാഹുലിൻ്റെ ഭാഗത്താണെന്ന് പറയാൻ കഴിയില്ല. കാരണം പെട്ടെന്ന് ഇടപെടുന്നതിനെയുള്ള കല്യാണമായതുകൊണ്ട് തന്നെ അവന് കല്യാണം കഴിച്ചു ഇന്ദുവിന് രണ്ടുപേരുടെയും ഭാഗത്ത് തെറ്റുണ്ട് എന്ന് വെച്ച് രാഹുൽ ചെയ്തത് തെറ്റല്ല എന്നല്ല ഞാൻ പറയുന്നത്, തെറ്റ് തന്നെയാണ്. പക്ഷേ എന്താണെങ്കിലും പെട്ടെന്ന് അവനെ കുറ്റപ്പെടുത്താൻ കഴിയില്ല എന്നൊക്കെ പറയുമ്പോൾ ഞാൻ എന്താ വേണ്ടത്? രാഹുലിനെ സ്നേഹിക്കുന്ന പെൺകുട്ടി 1 കോടി രൂപ ആവശ്യപ്പെട്ടിരിക്കുന്നു, അത് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ മകളുടെ ജീവിതത്തിൽ ഒരു ജീവിതം ഉണ്ടാവും എന്ന് പറയുന്നു. അപ്പോൾ തന്നെ മാഷ് പറയാണ്, രാഹുൽ ചതിച്ചിരിക്കുന്ന 2 പെൺകുട്ടികളെയാണ്, വിവാഹം കഴിച്ച പെൺകുട്ടി, അതിനു മുന്നേ വേറെ പെൺകുട്ടി, അത് രണ്ടും തെറ്റ് തന്നെയാണ്. അപ്പോൾ ഇവിടെ തീരുമാനമെടുക്കുന്നത് നമ്മൾ ആരുമല്ല സച്ചിയുടെ മകളാണ്. എൻ്റെ മകൾ എന്നോട് പറഞ്ഞിരിക്കുന്ന അച്ഛനും ഏട്ടനും എന്ത് തീരുമാനം എടുക്കുന്നത് അതിനനുസരിച്ച് മുന്നോട്ട് പോകാമെന്ന്. പക്ഷേ എൻ്റെ പേടി അതല്ല, ഞങ്ങളൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ എൻ്റെ മകൾക്ക് വിവാഹ ജീവിതം വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായും ജ്യോത്സ്യം പറഞ്ഞ ആ വാക്കുകൾ എന്നെ ഭീതിപ്പെടുത്തുന്നു, എൻ്റെ കുഞ്ഞിനൊരു ജീവിതം ഉണ്ടാവില്ലേ എന്നൊരു ഭീതിപ്പെടുത്തല്ലെന്ന് പറയുമ്പോൾ സച്ചിയോട് മാഷ് വീണ്ടും പറയണേ, നീ നിൻ്റെ മകളോട് മനസ്സ് തുറക്കുക, അവൾ അങ്ങനെയൊക്കെ പറഞ്ഞാലോ ഈ രാഹുലിനെ പറ്റി സംബന്ധമായ എല്ലാ കാര്യങ്ങളും നീ തുറന്നു പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, പറഞ്ഞിട്ടില്ല. ഇല്ല എങ്കിൽ എല്ലാം തുറന്നു പറയണം, അവളോട് എല്ലാം പറയണം, എല്ലാം പറഞ്ഞിട്ട് അവൾ എടുക്കുന്ന തീരുമാനം അതാണ് വേണ്ടത്. അല്ലാതെ ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ അച്ഛനും ഏട്ടനും എല്ലാം ജീവിതം തീരുമാനിക്കേണ്ട എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ മകൾക്ക് ഇനി ജീവിതം ഉണ്ടാവില്ലേ? ജ്യോത്സ്യൻ്റെ വാക്കുകൾ അതൊക്കെ എനിക്ക് ഭീതിപ്പെടുത്തുന്നു, അത്രയും തിരക്ക് പിടിച്ചില്ലേ ഞാൻ എൻ്റെ മകളെ കല്യാണം കഴിപ്പിച്ചത് എന്നൊക്കെ സച്ചി പറയുന്ന ആ ഒരു വാക്കിലാണ് കേട്ടോ എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്.